അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട്. റീൽസ് കാരണം നമ്മുടെ ദുബായിൽ ഇപ്പം നമ്മുടെ മഞ്ഞടുപ്പുള്ള പെപ്സി കുപ്പിക്ക് വലിയ ഡിമാൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധനം എങ്ങും കിട്ടാനുമില്ല. എല്ലാവരും റീൽസ് കണ്ടിട്ട് മഞ്ഞടുപ്പായിട്ട് ഗ്ലോബൽ ലൈറ്റ്സിലേക്ക് വിട്ട് കഴിയുമെന്ന് തോന്നുന്നു. ഇന്നലെ നമ്മൾ മഞ്ഞക്കുപ്പിയുടെ അടപ്പും അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരം നടത്തുന്നൊടുവിൽ നമുക്ക് വെസ്റ്റ് സോണിൽ നിന്നാണ് കേട്ടോ ലാസ്റ്റ് സാധനം കിട്ടിയത്. കാരണം എങ്ങും തന്നെ കിട്ടാനില്ല. അവസാനം നിരാശയോടെ മടങ്ങേണ്ടി വരുന്ന കരുതിയിരുന്നപ്പോഴാണ് നാം വെസ്റ്റ് സോണിലൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതിയത്. അങ്ങനെ അവിടെ 3 കുപ്പി ഉണ്ടായിരുന്നു. അതും വാങ്ങി നമ്മൾ നേരെ ഗ്ലോബൽ ലൈറ്റ്സിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ മാൾ ഓഫ് ഫ്രണ്ട്സ് വഴിയാണ് പോയത്. അവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. 10 ബസ്സിൽ കയറി നമുക്ക് ഡയറക്റ്റ് ഗ്ലോബൽ വില്ലേജിൽ ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൂടെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ എത്തി. സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെ റീൽസ് കണ്ട് പരിപാടി അവതരിച്ചിട്ട് എനിക്ക് പാളിപ്പോവാറാണ് പതിവ്. പിന്നെ ഇവിടുത്തെ തിരക്കും കൂടെ കണ്ടപ്പോഴത്തേക്ക് ഇത് കിട്ടത്തില്ലെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ ആരുടെ കയ്യിലും മഞ്ഞടുപ്പ് കണ്ടതുമില്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് കൗണ്ടിലെത്തുമ്പോഴാണ് കേട്ടോ സംഗതി പുറത്തെടുക്കുന്നത്. ഒരുപാട് പേര് 4, 5, 8 ഒക്കെ കൊണ്ടുവന്ന് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ നമുക്കും കിട്ടുമെന്ന് ഉറപ്പായി. അങ്ങനെ ഫൈനലി ഞങ്ങളും ടിക്കറ്റ് റെഡിയും ചെയ്തു. അങ്ങനെ ഒരു ടിക്കറ്റിന് 30 ദിറംസ് ആണ് റേറ്റ് വരുന്നത്. നമ്മൾ 8 ദിറംസിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് ടിക്കറ്റ് 30 ദിറംസ് വരെ നമുക്ക് ലാഭിച്ച് നമുക്ക് ആ സേവ് ചെയ്ത പൈസ കൊണ്ട് ഗ്ലോബൽ ലൈറ്റ്സിൽ കുറച്ച് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തതിൻ്റെ വീഡിയോയും അതിനൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് പാട്ടിട്ട് അപ്ലോഡ് ചെയ്യാം. ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോസ് കാണുന്നവർ ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്കിനും മറക്കല്ലേ.